അപ്പോൾ ഇതാണ് ZK-AS21 എന്ന് പറയുന്ന ആംപ്ലിഫയർ. ഇതിൻ്റെ പ്രത്യേകതയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 350 വാട്ട്സിൻ്റെ സബ് വൂഫർ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 12 ഇഞ്ച് സൈസുള്ള 350 വാട്ട്സ് ഉള്ള RMS വരുന്ന സബ് വൂഫർ നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ 220 വാട്ട്സിൻ്റെ 2 സ്പീക്കർ നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതും 12 ഇഞ്ച് സൈസ് ഉപയോഗിക്കാം. ഏറ്റവും കുറഞ്ഞത് 8 ഇഞ്ച് സൈസെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം, എങ്കിലേ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അതിലും കുറഞ്ഞ സൈസുള്ള സ്പീക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ വോളിയം കൂട്ടുമ്പം പതറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 350 വാട്ട്സിൻ്റെ സബ് വൂഫർ കണക്ട് ചെയ്താലും അതിൻ്റെ സൈസ് നല്ലതാണ്. 12 ഇഞ്ച് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 ഇഞ്ച് സൈസുള്ള സബ് വൂഫറെങ്കിലും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇതുപോലെ ബോക്സിനകത്ത് പിടിപ്പിക്കണം. വെറുതെ വെളി വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ക്വാളിറ്റി കിട്ടത്തില്ല. ഈ റേറ്റിംഗ് വരുന്ന വൂഫറും സ്പീക്കറും നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഈ 220 വാട്ട്സിൻ്റെ സ്പീക്കറിൻ്റെ അവിടെ ചെറിയ വാട്ട്സ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൗണ്ട് ക്വാളിറ്റി പോകും, നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഉണ്ട്, ഇതിനകത്ത് ഓക്സ് ഉണ്ട്, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത് പുറയിലാണ്. AS21 എന്ന് പറയുന്ന മോഡലിൻ്റെ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഉണ്ടോ? അപ്പോൾ പെൻഡ്രൈവിനകത്ത് നമുക്ക് പാട്ടൊക്കെ നെക്സ്റ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു ബട്ടൺ അഡീഷണൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പാട്ട് മാറ്റാൻ പറ്റും. പുറകോട്ട് പാട്ട് മാറ്റണം. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ പുറകോട്ട് പാട്ട് മാറ്റാൻ പറ്റും. ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വോളിയം മൈനസ് ചെയ്യാനും സാധിക്കും. ഇത് അഡീഷണൽ ഒരു കൺട്രോളാണ്. അല്ലാതെ വോളിയം കൺട്രോൾ ഇവിടെ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ USB-യിലുള്ള പാട്ടും പോസാകും. അതുപോലെ നെക്സ്റ്റ് അടിക്കാനും ഇതെല്ലാം USB-യിലുള്ള സെറ്റിങ്സിലാണ്. ഇവിടെ മെയിൻ വോളിയം കൺട്രോളുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ചാനലുണ്ട്. അതിനകത്ത് ബാസും ട്രബിളും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സബ് വൂഫറിൻ്റെ വോളിയം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സബ് വൂഫറിൻ്റെ ഇടുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സബ് വൂഫർ ഇല്ലാതെ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം 19 വോൾട്ടെങ്കിലും കൊടുക്കണം. 12 വോൾട്ടോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞത് വർക്കാകത്തില്ല. 19 തൊട്ട് 38 വോൾട്ട് DC-യിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് താഴെയുള്ള വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാകത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വർക്ക് ചെയ്യിക്കാൻ ഇതുപോലെ ലാപ്ടോപ്പിൻ്റെ ചാർജർ കാണും. അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പിന്നൊക്കെ തരുന്നുണ്ട്, DC പിന്ന്. ഇത് നമ്മളതിൽ കണക്ട് ചെയ്യണം. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തിരിഞ്ഞു പോയാൽ കൃത്യമായിട്ട് ഇതിൽ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇതിന് പിന്നെ എടുത്ത് കളയാവുന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് കൊടുക്കണം. ഇതില്ലെങ്കിൽ നമുക്ക് 24 വോൾട്ടിൻ്റെ പവർ സപ്ലൈ യൂസ് ചെയ്യാം. അതിന് പ്രൈസ് കൂടുതലാണ്. 1000 രൂപയ്ക്കുള്ളിലുള്ള പ്രൈസാണ് അതിന് വരുന്നത്. അത് വാങ്ങി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 36 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറോ പവർ സപ്ലൈ കിട്ടും. അത് യൂസ് ചെയ്താലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവർ ഈ പറയുന്ന കൃത്യം വാട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ 30 വോൾട്ടെങ്കിലും DC കൊടുക്കണം. എങ്കിൽ ഈ ഇത്രയും വാട്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അതെല്ലാം നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ പാട്ട് കേൾക്കാനാണെങ്കിൽ 19 വോൾട്ടിൻ്റെ ഞാൻ പറഞ്ഞ അഡാപ്റ്റർ കൊടുത്താലും നമുക്ക് അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കും. ഇതങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു മോഡൽ കിട്ടാൻ. നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സെർച്ച് ചെയ്താൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല പ്രൈസുള്ളൊരു മോഡലാണ്. നമ്മളിത് കൊടുക്കുന്നത് 4200 രൂപയ്ക്കാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഓക്കെ, ബൈ.